ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം, ചോറ് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് തിളയ്ക്കാൻ വെക്കണേ. നല്ല തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ അരി കഴുകി വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിയും കൂടി ഇതിലേക്ക് ഇട്ടു. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. ചെമ്മീൻ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളുടെ ചോറ് ഇതാ ഇവിടെ പകുതി വേഗമായിട്ടുണ്ട്. ഞാനിതിലെ വെള്ളമെല്ലാം ഊറ്റി മാറ്റി വയ്ക്കുകയാണ്. ഇതാ ഇവിടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഈ സെയിം എണ്ണയിലേക്ക് നമുക്ക് സവോള ഇടാം. ഞാനിവിടെ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഞാനിവിടെ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തക്കാളിയും കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഇടയ്ക്കിടയ്ക്ക്. ഇതാ ഇങ്ങനെ ഈ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടാം. ഞാനിതിലേക്ക് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണേ. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്രോൺസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ തൈരും കൂടെ ഇടുന്നുണ്ട്. ആ തൈരും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കണേ. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ വീണ്ടും ഇടുക. എനിക്ക് ഉപ്പ് കുറവായിരുന്നു, ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി വെക്കാൻ ഒരു പാത്രം എടുക്കാം. ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാനിങ്ങനെ നെയ്യ് ഒഴിച്ച് ഒന്ന് റൗണ്ടിൽ കറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ലെയറായിട്ട് ഇങ്ങനെ അടുക്കി വയ്ക്കാം. ഞാനൊരു 2 ലെയറായിട്ടാണ് അടുക്കിയത്. ഇവിടെ 2 ലെയർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഞാൻ ഇടുന്നുണ്ട്. ഇതിലേക്കൊരു 3 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ചെറു തീയിൽ ഇവിടെ ഇരുന്ന് വേകട്ടെ. അങ്ങനെ നമ്മളുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ബൈ.